അണ്ണാ തോളൂരമ്പലത്തിൽ ഉത്സവം ഭയങ്കര ഗംഭീരായിരുന്നൊക്കെ കേട്ടല്ലോ ഈ വർഷം. പിന്നെ ഓടി ഒളിച്ചില്ലേ, ഭയങ്കര യാഗമായിരുന്നു അവിടെ. ആണോ? പിന്നെ അയ്യോ ഫോൺ സൈലന്റിൽ കിടക്കുക. സിദ്ധു അങ്ങനെ വിളിച്ചാൽ അറിയില്ല. ഞാൻ പോയി പോരാവേ. മോളെ, ഓ ലച്ചുവിന്റെ സംബന്ധക്കാരൊക്കെ എങ്ങനെ? നല്ല കുടുംബം. ഇനി സ്വന്തം മോളെ പോലെയാണ് അവളെ നോക്കണത്. നിങ്ങൾ രണ്ടുപേരെയും മനസ്സുവരെ രക്ഷപ്പെട്ടു. അമ്മയുടെ കടാക്ഷം. ആ അണ്ണാ തങ്കച്ചേച്ചി എങ്ങനെയാ, സുഖമായിട്ടിരിക്കണ? വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തൊരു പറയാൻ, അവരും കൂടെ കൂടെ അവിടെ വേദന ഇവിടെ വേദന എന്ന് പറഞ്ഞ് കിടക്കണം. എനിക്കാണെങ്കിൽ അവളെ കാട്ടി വയ്ക്കാം, ശ്വാസം മുട്ടരുന്ന ഇതൊക്കെ ആളുടെ പറയാൻ. പിന്നെ അങ്ങ് കഴിഞ്ഞു പോണു മക്കളാ. ആരോഗ്യം നോക്കണം. ഓ ഇനി എന്തിനു നോക്കായി വയസ്സായ കാലത്ത്. ആരാര്യം പറയണത്? എന്റെ കെട്ടിയോടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണത്. ആ തങ്കച്ചേച്ചായണ്ട് കൊള്ളാം. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ തെങ്ങ് കാച്ചനെ ഇപ്പൊ ഇവളായിട്ട് നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നിന്റെ തെങ്ങ് എന്നേ കാച്ചന്. അമ്മ ദേ ഓഫീസിൽ നിന്ന് കോള്. സാറായിരിക്കും. അത് തന്നെ. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ? വിശേഷം ഞാൻ പോയിട്ട് അങ്ങോട്ട്. വിശേഷം എന്താ ഇവിടെ പറഞ്ഞ വിശേഷം? നിങ്ങൾ എന്തൊക്കെ വിശേഷങ്ങൾ പറ. വിശേഷമൊന്നുമില്ല. എന്തൊരു വിശേഷം? പറയും, നാട്ടു വിശേഷം, വീട്ടു വിശേഷം, നിങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ള വിശേഷമൊക്കെ പറയും. സ്പെഷ്യലായിട്ടൊരു വിശേഷമില്ല, ഞാൻ അങ്ങോട്ട് പോട്ടെ. അത് തന്നെ കാര്യം നമ്മൾ അണ്ണൻ തമ്പിയൊക്കെ തന്നെ. പക്ഷെ നമ്മളുടെ എന്തിനാണ് ഈ ഒളിച്ചളിക്കുന്നത്? എന്തിനു വിളിച്ച്? ഇത് കാര്യം സത്യം പറയും, എന്തെങ്കിലും കാര്യങ്ങൾ പറയും. ഞാൻ എന്തിനു സത്യം പറയണം പറ. ഒളിച്ചളിക്കല്ലേ? ഞാൻ എന്തിനു വിളിച്ചേ? അടിയില്ലേ ഇപ്പം? അത് വെള്ളം അറിയാ? ആ അത് പോടാ നീ. മൂത്തോയി പറ, പോയി എന്റെ മൂത്തോയി പറ. ഇല്ല, ഞാൻ വെള്ളം അടിയില്ലടാ. അപ്പം ഗൗരവം തരും. പിന്നെ നിങ്ങൾ ചെറിയ ചിരിക്കില്ല നിങ്ങള്. സാറായിരുന്നു വിളിച്ചത്. ഓഫീസിൽ നിന്നേ സാറായിരുന്നു വിളിച്ചത്. എന്തെന്ന് രണ്ടുപേരും വിശേഷം? കുടുംബാലയം സഞ്ചരിക്കായിരുന്നു. അല്ല മക്കളെ, എന്തിനു പിടിയുടെ പിടിച്ച് ഭയങ്കര വേദന എനിക്ക്. പറ, ഈ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറ. എന്തിനു വിളിപ്പിച്ചു? ഞാൻ ഒന്നും വിളിപ്പിച്ച് വെച്ചിട്ടില്ല. അടക്കള വെച്ചുള്ള ചിരി കണ്ടപ്പോഴേ മനസ്സിലായി എന്തോ ഉണ്ടോ. പറ, തുറന്നു പറ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. കുറെ കാലമായിട്ട്, കുറെ വർഷമായിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ അടിച്ചിട്ടില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ അടിച്ചില്ലെന്ന്. പിന്നെ എന്താ കിണ്ടി ചോദിക്കണത്? ഞാൻ ഒരു കാര്യം തീരുമാനിച്ചേ കേട്ടാ. എൻ്റെ സവിശേഷത എന്താണെന്നറിയാം? സവിശേഷത എന്താണെന്നറിയാമോ? എന്താണ്? ഒരു കാര്യം വർത്തമാനം പറഞ്ഞിരിക്കുമ്പോ അത് പോയി പഠിപ്പോ പറഞ്ഞിട്ടില്ലേ വലിയ ആൾക്കാർ സംസാരിക്കട കയറി വരുന്നത്? പോടു പോയ്. എന്താടാ കൊച്ചു പിള്ളേരെ വരട്ടി? എന്നാ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അയ്യോ ഭയങ്കര സാധനമാണത്. പറ, സവിശേഷത എന്താണ്? സവിശേഷത ഞാൻ ഒരു സാധനം വെറുത്തന്നെ. ആ എനിക്കൊരു സവിശേഷതയുണ്ട്. ഞാനൊരു കാര്യം വെറുത്തന്നെ. വെറുതെ എന്നെ കൊണ്ട് നിങ്ങളെ വെറുപ്പിക്കരുത്. പിന്നെ ഞാൻ മുഖത്തോട് നോക്കൂല. അത് പിന്നെ എനിക്ക് നിന്നെ അറിഞ്ഞൂടെ തന്നെ? എന്നൊരു കാര്യം ചെയ്യ്, എന്റെ തലയടിച്ച് സത്യം ചെയ്യ്. എന്തിന്? നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ഇതിനെ കുറിച്ച്. അച്ഛൻ എന്ത് പരിപാടി അച്ഛൻ കാണിച്ചേ? അച്ഛൻ പാറുവിനെ വരട്ടി വിട്ടാ? നിനക്ക് എന്ത്? നീ എന്തിനിങ്ങനെ അച്ചാച്ചാ എൻ്റെ പുറകെ കിടക്കണത്? ആദ്യം അടുക്കള ഇരിക്കും, പിന്നെ റൂമിൽ വരും, പിന്നെ അച്ചാന്ന് വിളിക്കും, പിന്നെ റൂമിൽ പോകും, പിന്നെ അടുക്കളയിൽ പോകും. പറഞ്ഞു എന്ത് നമ്മൾ സംസാരിക്കുന്ന ഇടയ്ക്ക് പറഞ്ഞത്? അച്ഛൻ എന്തിനാ പാറുവിനെ വരട്ടി വിട്ടേ? എന്നിട്ട് ഞാൻ വരട്ടി വിടും. പോടേ ഇവിടുന്ന് പോ. ഒരു കാര്യം ചെയ്യും, തലയടിച്ച് സത്യം ചെയ്യും. ഇത്രയും വർഷമായിട്ട് നിങ്ങൾ ഒരിക്കൽ പോലും കുടിച്ചിട്ടില്ലാന്ന് എൻ്റെ തലയടിച്ച് സത്യം ചെയ്യും. തലയടിച്ചെന്ന് സത്യം ചെയ്തില്ല. ഞാൻ പറഞ്ഞു തലയടിച്ചെന്ന് സത്യം ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു തന്നെ. പിന്നെ ഇവിടെ വരുന്നതിന് തലയ്ക്ക് തലയ്ക്കും തലേ ദിവസം ഞാൻ വീട്ടിന്റെ അടുത്തുള്ള ഒരു പയ്യന്റെ പൈസ കൊടുത്ത് ഒരു ചെറുത് വാങ്ങിച്ച്. വീടിന്റെ അടുത്തുള്ള പയ്യന്റെ പൈസ കൊടുത്ത് ഒരു ചെറുത് വാങ്ങിച്ചു. ചെറുത് വാങ്ങിച്ച് കൊണ്ടുവന്ന് ഞാൻ നൈസാ തങ്കം കാണാതെ. ആര് കാണാതെ? തങ്കം കാണാതെ കട്ടിന്റെ അടിയെ കൊണ്ട് ഒളിപ്പിച്ച് വച്ച്
രാത്രി ഒരു 10 മണി ആയപ്പം വെള്ളം നേരത്തെ എടുത്ത് വെച്ചിരുന്നു രാത്രി 10 മണി ആയിക്കൊണ്ടല്ലേ ആദ്യം ഒരു 3 എണ്ണം ഒഴിച്ച് അടിച്ചിട്ട് മുണ്ടാതെ കയറി അങ്ങ് കിടന്ന്. അപ്പൊ അവളറിയില്ലല്ലോ എങ്ങനെയുണ്ട്. ബാക്കി സാധനം ഇപ്പൊ അവിടെ ഇരിപ്പുണ്ട്, അവിടെ ഇരിപ്പുണ്ടാ? ബാക്കി സാധനം അവിടെ ഇരിപ്പുണ്ട്. അത് അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇനി ബാക്കി സാധനം എവിടെ വെച്ചിരിക്കുന്നത്? കട്ടിന്റെ അടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. കട്ടിലിന്റെ അടിയിൽ ബാക്കി സാധനം വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്. ആ, ശരി. വെച്ചിട്ട് തന്നെ ഞാൻ ഇനി വന്നത്. പിന്നെ ഉത്സവത്തിന് അടിച്ചില്ലായിരുന്ന? ഉത്സവത്തിന് മറ്റേ കച്ചി ജയണ്ടല്ലേ, കച്ചിൽ ജയ്. അവന്റെ അനിയൻ എനിക്കൊരു 2-3 എണ്ണം വാങ്ങിച്ച് തന്ന്. ആണോ? ആ കൊള്ളാം. അതും അടിച്ച്. അത് എന്തോന്ന് ചേട്ടനും അനിയനും കൂടെ അങ്ങനെ കാര്യമായിട്ടുള്ള ചർച്ചയാണ്? കുടുംബകാര്യങ്ങളെ സംസാരിച്ചിരിക്കായിരുന്നു. ഏയ് അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ചർച്ചയാണോ? ഒരു കാര്യം മക്കളെ, ഞാനേ ഇത് വെളിയിൽ പോയി വല്ലതും മാറ്റോണ്ട് വല്ലതും തിന്നാൻ വല്ലതും ഉണ്ടാകും നോക്കട്ടെ. പിള്ളേർക്ക് പെണ്ണിന്റെ ആരൂനൊന്നും മാറ്റോണ്ട് വല്ലതും മാറ്റോണ്ട് വരാം. ഞാൻ വെളിയിൽ പോയിട്ട് വരാം. ചേട്ടനും അനിയനും എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയണമെന്നോ? ഒന്നുമില്ല, കുടുംബകാര്യം നല്ലതെന്ന് തോന്നുന്നു. പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്തിനാ കുട്ടികളെയൊക്കെ ഓടിച്ചുവിട്ടത്? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വലിയൊരു സംസാരിക്കും ഇടയിൽ കയറി വരരുത്, അഭിപ്രായം പറയാൻ വേണ്ടി കാര്യം. എല്ലാം ശരി തന്നെ, പിള്ളേരെല്ലാം ശരി തന്നെ, ചെറുതും ശരി തന്നെ, വലുതും ശരി തന്നെ, എല്ലാം ശരി. അതെ, നിങ്ങൾ വേറെ ആരും സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കാറില്ലേ? നമ്മൾ സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓടി വരുമല്ലോ അങ്ങോട്ട്, അതിന് കുഴപ്പമില്ലേ? എന്നെ പോലെ കൊച്ചു പിള്ളേരല്ലേ ഇപ്പോ. ആ